ഇറ്റലിയിൽ ആഗോള ശ്രദ്ധ നേടിയ വലിയൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റോമിൽ പീറ്റർ തീയിൽ ആൻറ്റി ക്രൈസ്റ്റിനെ പറ്റി ഒരു പ്രഭാഷണം നടത്തിയിരിക്കുന്നു. ഇതിൻ്റെ കൗതുകം അറിയണമെങ്കിൽ പീറ്റർ തീയിൽ ആരാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. പണ്ട് തെരുവിൽ നമ്മുടെ പാവം പിടിച്ച ഉപദേശിമാർ മാനസാന്തരപ്പെടുവിൻ, ആൻറ്റി ക്രൈസ്റ്റ് വരുന്നു, യേശുവ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മളാരും മൈൻഡ് ചെയ്തില്ല. ഇന്ന് ശതകോടീശ്വരന്മാർ വിളിച്ചു പറയുകയാണ് ഇത് സത്യമാണ്. പീറ്റർ തീയിൽ ആരാണ്? ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ സുരക്ഷിതമായി പണം കൈമാറ്റം ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതിലെ ഒരു മാർഗമാണ് ഗൂഗിൾ പേ അല്ലെ പേടിഎം എന്നൊക്കെ നമ്മൾ പറയും. ഇതിൻ്റെ ആദ്യത്തെ ഒരു വേർഷനായിരുന്നു പേപ്പാൽ. പേപ്പാൽ ഇന്നും ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഈ പേപ്പാലിൻ്റെ സഹസ്ഥാപകനായിരുന്നു പീറ്റർ തീയിൽ. ഇനിയും ഒന്നുകൂടെ വിശദമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2004 നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിച്ച് തുടങ്ങുന്നത്, ഫേസ്ബുക്ക് ഉണ്ടാകുന്നത്. ഫേസ്ബുക്ക് ഉണ്ടായതിനു ശേഷം അതിലേക്ക് വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഒരു മനുഷ്യനായിരുന്നു പീറ്റർ തീയിൽ. ഏതാണ്ട് $5 ലക്ഷം ഫേസ്ബുക്കിൻ്റെ സ്ഥാപക സമയത്ത് ആദ്യകാലത്ത് പീറ്റർ തീയിൽ നിക്ഷേപിച്ചത്. ഇനി വീണ്ടും പറയുകയാണെങ്കിൽ പലന്തീർ ടെക്നോളജീസ്, ഇതിൻ്റെയും സഹസ്ഥാപകനാണ് പീറ്റർ തീയിൽ എന്ന് പറയുന്ന മനുഷ്യൻ. ഇങ്ങനെയുള്ള ഒരു അമേരിക്കൻ ജർമ്മൻ സംരംഭകനാണ് ആൻറ്റി ക്രൈസ്റ്റിനെ പറ്റി സംസാരിക്കുന്നത്. ബിസിനസ്സിനെ പറ്റിയല്ല, ആൻറ്റി ക്രൈസ്റ്റ്. പണ്ട് ഉപദേശിമാർ കവലയിൽ പ്രസംഗിച്ച അതേ കാര്യം വേറെ ഒരു രൂപത്തിൽ ഇറ്റലിയിൽ പറഞ്ഞിരിക്കുകയാണ്. അതിന് ആഗോള ശ്രദ്ധ കൈവരിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് പീറ്റർ തീയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്ന് ഉള്ള സകല സംവിധാനങ്ങളും ഇത് ആൻറ്റി ക്രൈസ്റ്റിലേക്ക് ഒരു ഏകലോക ഭരണകൂടം ഉണ്ടാക്കാൻ വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു എന്നാണ് പീറ്റർ തീയിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇറാൻ ഇസ്രായേൽ യുദ്ധം, AI ഭീഷണി, കാലാവസ്ഥാ വ്യതിയാനം, ഇങ്ങനെയുള്ള ഒരുപാട് ഭയത്തിലാണ്, യുദ്ധത്തിൻ്റെ ഭീതിയിലും വെപ്രാളത്തിലുമാണ് മനുഷ്യർ മുഴുവൻ. ഈ ഭയത്തെ ചൂഷണം ചെയ്ത് ആൻറ്റി ക്രൈസ്റ്റ് ഈ ലോകത്തിലേക്ക് കടന്നു വരും എന്നാണ് പീറ്റർ തീയിൽ പറയുന്നത്. നിങ്ങൾക്കറിയാം, കോവിഡ് വാക്സിൻ എടുക്കാൻ കാരണം കൊറോണയോടുള്ള ഭയമായിരുന്നു. എങ്ങനെയാണ് കൊറോണ വരുന്നത്? ലൈവായിട്ട് TV ന്യൂസ് കാണിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഈ ഭയം മനുഷ്യരെ കൊറോണ വാക്സിനിൽ കൊണ്ടുചെന്ന് എത്തിച്ചു. ഇതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ഒരുപാട് അരക്ഷിത അവസ്ഥകളുണ്ട്. ഈ അവസ്ഥകളെ, ഈ ഭയത്തെ ചൂഷണം ചെയ്ത് ഒരു രക്ഷകനായിട്ട് 1 തെസ്സലോനി 5-ാം അധ്യായം 3-ാം വാക്യം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നത്. അതായത് സമാധാനം, ഭദ്രത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നതിൻ്റെ കൂട്ട് നിത്യനാശം സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലെ ഇപ്പോൾ ഉള്ള മുഴുവൻ സംവിധാനങ്ങളും ആൻറ്റി ക്രൈസ്റ്റിലേക്ക്, വൺ വേൾഡ് ഓർഡറിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നാണ് പീറ്റർ തീയിൽ പറഞ്ഞിരിക്കുന്നത്. പണ്ട് ഉപദേശിമാർ തെരുവുകളിലും കടത്തിണ്ണകളിലും വിളിച്ചു പറഞ്ഞ അതേ കാര്യം ഇന്ന് ശതകോടീശ്വരന്മാർ വിളിച്ചു പറയാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇതിലൂടെ, വരികൾക്കിടയിലൂടെ നമ്മൾ കാര്യം മനസ്സിലാക്കിയെടുക്കുക. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുവയുടെ വരവ് ഏറ്റവും അടുത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. യേശുവയുടെ വരവിന് മുമ്പ് എതിർ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമെന്ന് നമുക്കറിയാം. പരമാവധി
7 വർഷം. ആ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തിലേക്കുള്ള 3.5 വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ യുദ്ധങ്ങളെ പറ്റിയും ഫ്ലൈറ്റ് മിസ്സാകുന്നു, ഫ്ലൈറ്റ് താമസിക്കുന്നു, സാധനങ്ങളുടെ വിലക്കയറ്റം, മനുഷ്യന് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ. ചിലർ പറയും ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല. നിങ്ങൾക്ക് ബാധകമാണ്. ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യക്കുഞ്ഞും ആൻറ്റി ക്രൈസ്റ്റിൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരാനുള്ള പണി അവൻ കാണിച്ചു വെക്കും. ഞാൻ പറഞ്ഞു, പീറ്റർ തീലിൻ്റെ കമ്പനിയായ പലന്തീർ ടെക്നോളജി ഡേറ്റ അനലൈസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമുക്കറിയാം, നമ്മൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ എന്തെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് സെർച്ച് ചെയ്യുകയോ എന്തെങ്കിലും ഒന്ന് പറയുകയോ ചെയ്താൽ മതി. പിന്നെ ആ വർഷം മുഴുവൻ അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മളുടെ ഫീഡിൽ വരിക. കാരണം നമ്മളെപ്പറ്റി കൃത്യമായി ഡേറ്റ അനലൈസ് ചെയ്ത് നമ്മൾ ഇന്ന വ്യക്തിയാണ് എന്ന് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ഇതാണ് പീറ്റർ തീൽ പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ ദൈവം വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറുന്ന അന്ത്യ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, കൊടുക്കൽ വാങ്ങൽ 666 എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നിയന്ത്രിക്കും. ഇതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. യേശുവയുടെ വരവിന് മുമ്പ് ഒരു ഏകലോക ഭരണകൂടം ഇവിടെ ഉണ്ടാകും. എതിർക്രിസ്തു, കള്ളനായ എതിർക്രിസ്തു ഇവിടെ വരും എന്ന് പറയുമ്പോൾ, ഇന്ന് AI സാങ്കേതിക വിദ്യയും ഇന്നത്തെ സകല സംവിധാനങ്ങളും ആൻറ്റി ക്രൈസ്റ്റിന് വേണ്ടിയുള്ള വഴിയൊരുക്കലാണ് എന്ന് നാം തിരിച്ചറിയുക. ബുദ്ധിയുള്ളവരായിരിക്കുക. മണ്ടന്മാരെയും പോഷന്മാരെയും ദൈവരാജ്യത്തിന് ആവശ്യമില്ല. ബുദ്ധിയുള്ളവനെയാണ് ദൈവരാജ്യത്തിന് ആവശ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കുക. കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ വിവേചിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പനി വരുമ്പോൾ തൈര് കഴിക്കുക. ഡിസെൻട്രി വരുമ്പോൾ കപ്പയും ബീഫ് ഉലത്തിയതും കഴിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ആൻറ്റി ക്രൈസ്റ്റ് വരുന്നു, ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ, അന്നേരം വരുമായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഇതിനെ എങ്ങനെ സർവൈവ് ചെയ്യും. നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒഴുകിപ്പോകും. സത്യദൈവത്തിൻ്റെ സത്യനാമം വിളിച്ചപേക്ഷിക്കുക. യേശുവയുടെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക. അവൻ പറഞ്ഞത് അനുസരിക്കുക. മോശയുടെ നിയമങ്ങളിലേക്ക് തിരിയുക. ബൈബിൾ പറയുന്നു, ആൻറ്റി ക്രൈസ്റ്റ് നിയമനിഷേധിയാണ്. നിയമനിഷേധി. ആൻറ്റി ക്രൈസ്റ്റിന് ഒരേ ഒരു പേരാണ് ബൈബിൾ നൽകുന്നത്. അന്നേരം ഈ അവസാന കാലത്ത് രക്ഷപ്പെടാനുള്ള ഏക മാർഗം മോശയുടെ നിയമങ്ങളിലേക്ക് തിരിയുക എന്നതാണ്. സത്യദൈവത്തിൻ്റെ സത്യനാമം വിളിച്ചപേക്ഷിക്കുക എന്നതാണ്. സത്യദൈവത്തിൻ്റെ സത്യനാമം പൂർണ്ണമായി ഉപയോഗിച്ച ലോകത്തിലെ ആദ്യത്തെ ബൈബിൾ, മനോവ ബൈബിൾ, നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് യേശുവ.